നമ്മളിനി സിറിയയിലേക്കാണ്. അട്ടിമറിയിലൂടെ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പുറത്താക്കിയ ശേഷം വിമത സഖ്യം സിറിയയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നിരിക്കുകയാണ്. മേഖലയിലെ രാജ്യങ്ങളും ലോകശക്തികളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സിറിയയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ലോകരാജ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സിറിയയിലെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം നീളുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ആശങ്കയുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകാൻ ബി കെ സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, ഈ ഐക്യ സിറിയ എന്നത് സാധ്യമാണോ? ധന്യ, കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് സിറിയയിൽ ആഹ്ലാദത്തിൻ്റെ ഒരു ദിനമായിരുന്നു. പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന നിലയിൽ, അതായത് ഈ ഭരണമാറ്റത്തിന് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയായിരുന്നു. എല്ലാവർക്കും അവധി ദിവസമാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം സിറിയയിലെ ഉമയ്യത്ത് മസ്ജിദിലും അടക്കം നിരവധി പ്രദേശങ്ങളിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. പക്ഷേ ഈ ആഹ്ലാദം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 60 ലക്ഷം വരുന്ന അഭയാർത്ഥികളിൽ വലിയൊരു വിഭാഗം ഇങ്ങോട്ട് മടങ്ങാൻ തയ്യാറാകുന്നുമുണ്ട്. ഇപ്പോഴത്തെ ഈ ഭരണം ഒരു സുസ്ഥിരമായൊരു ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇപ്പോൾ HTS പിടിച്ചിട്ടുള്ളത് അസദ് ഭരണം നേരത്തെ നടത്തിയിരുന്ന സ്ഥലങ്ങൾ മാത്രമാണ്. വിവിധ പ്രദേശങ്ങൾ ഇപ്പോഴും വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ വ്യത്യസ്ത അധികാര കേന്ദ്രങ്ങളുടെ കൈകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ SDF എന്ന് പറയുന്ന കുർദ് സേനയുണ്ട്, മറുഭാഗത്ത് SNA എന്ന് പറയുന്ന തുർക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സേനയുണ്ട്, IS-ന്റെ ചില കേന്ദ്രങ്ങളുണ്ട്, അതേപോലെ തന്നെ സിറിയൻ ഫ്രീ ആർമി എന്ന് പറയുന്ന അമേരിക്ക നിയന്ത്രിക്കുന്ന ചില സംഘടനകളുണ്ട്, അപ്പുറത്ത് ഗോലൻ കുന്നുകൾ ഇസ്രായേലിൻ്റെ കൈകളിലുണ്ട്. ഇതെല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരു ഐക്യ സിറിയ ആവുക. ഈ സിറിയക്കാരെ മുഴുവൻ ഭരിക്കാൻ പുതിയ സർക്കാരിന് സാധിക്കുമോ? ആ സർക്കാരിൽ ഇവർക്കെല്ലാം പ്രാതിനിധ്യം നൽകുമോ എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉത്തരം തേടുന്നത്. അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ മീറ്റിംഗ് നാളെ ജോർദാനിൽ ചേരുന്നു എന്നാണ് അറിയിക്കുന്നത്. US-ഉം അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെ ഖത്തറും സൗദി അറേബ്യയും UAE-യും അടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും തുർക്കിയും എല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഈ രാജ്യങ്ങൾക്കുള്ളിൽ ഉള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങളെ നിയന്ത്രിക്കുന്നവർ കൂടിയാണ്. പ്രത്യേകിച്ചും അമേരിക്കയും തുർക്കിയുമാണ് ഇവിടെയുള്ള മറ്റു ഗ്രൂപ്പുകളെ നിർണ്ണയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. അവർക്ക് ഈ വിഷയത്തിലുള്ള ഒരു നിലപാട് എന്താണ്? HTS എന്ന് പറയുന്ന ഹൈഅത്ത് തഹ്രീർ ഷാം എന്ന ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെയും തുർക്കിയുടെയും നിലപാട് എന്താണ് എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ അറിയും. പ്രത്യേകിച്ചും ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയും തുർക്കിയും HTS-നെ ഭീകര സംഘടനയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഭീകരർ എന്ന് മുദ്ര കുത്തിയ ആളുകളെ ഭരിക്കാൻ അമേരിക്കയും തുർക്കിയും തയ്യാറാകുമോ? അങ്ങനെയാണ് എങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള നീക്കുപോക്കുകളാണ് ഉണ്ടാവുക? ഇപ്പോൾ SDF-ഉം അതേപോലെ തന്നെ SNA-യും ഭരിക്കുന്ന ഇടങ്ങളിൽ ഈ ഐക്യ സർക്കാരുമായി ചേരാൻ അവർ സന്നദ്ധമാകുമോ? അതേപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ പുതിയ ഭരണഘടന നിലവിൽ വരുമോ? അതേപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ സംഘടിക്കാനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാതലായ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മാത്രമേ എങ്ങനെയാണ് അടുത്ത സിറിയ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ടാവുകയുള്ളൂ. അതല്ല, ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ആക്രമണങ്ങൾ നമ്മൾ സിറിയക്കെതിരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ അമേരിക്ക സമ്മതം മൂളുകയാണെങ്കിൽ വീണ്ടും കലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആഘോഷത്തിന് അധിക ദിവസങ്ങൾ ഉണ്ടാവുകയില്ല.